പ്രിയങ്ക ചോദിക്കുകയാണ്. ആന്റി ചതുരംഗ കളി കണ്ടിട്ടുണ്ടോ? രാജാവിന് ചെക്ക് വെച്ച് മന്ത്രിയുടെ തലയെടുക്കുന്ന കളി. അങ്ങനൊരു കളിയാണ് തൃച്ചംബരത്ത് അരങ്ങേറാൻ പോകുന്നത്. വിലാസിനി പറയുകയാണ്. നീ പറയുന്നതൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അതെ ആന്റി, ഈ കല്യാണം ഒരു ചതുരംഗ കളിയാണ്. കുതിരയെ വെച്ച് രാജാവിന് ചെക്ക് പറയുമ്പോൾ രാജാവ് തൽക്കാല ആശ്വാസത്തിന് മറ്റൊരു കോളത്തിലേക്ക് മാറി നിൽക്കും. അപ്പോൾ കുതിര അടുത്ത ചാട്ടത്തിന് മന്ത്രിയുടെ തലയെടുക്കും. അതുപോലെ തൃച്ചംബരത്ത് ഈ കല്യാണം നടന്നാൽ താൽക്കാലികമായി ഒരു ആശ്വാസം. അത്രയുള്ളൂ അഖിലാണ്ടേശ്വരിക്ക്. പല തലകളും കൊയ്തു വീഴ്ത്തപ്പെടും. ആദ്യം താഴേക്ക് വീഴുന്ന തല കല്യാണിയുടേതായിരിക്കും. അത് ചെയ്തത് വൈജയന്തി എന്ന പടക്കുതിരയാക്കും നമ്മൾ. അതോടെ ആനന്ദ് തോൽക്കും. പിന്നെ തോക്കെടുക്കും അഖില. ജയിക്കാനല്ല, തോൽവി ആവർത്തിക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ജയമാണ്. അതിനീ കല്യാണം എങ്ങനെയെങ്കിലും നടക്കുക തന്നെ വേണം. അന്തിമ യുദ്ധത്തിനൊരുങ്ങിയ ഭൂമിയാണ് തൃച്ചംബരം. ആയുധങ്ങളൊന്നും വന്നു പതിക്കാതെ ഒരു വേൾഡ് കപ്പ് ഫുട്ബോൾ കാണുന്ന രാഘവത്തോടെ ആന്റിക്ക് ഗാലറിയിലിരുന്ന് കളി കാണാം. ചെല്ലാന്റി, ധൈര്യമായിട്ട് ചെല്ല്. അത്രയും പറഞ്ഞ് വിലാസിനിയെ പറഞ്ഞയക്കുകയാണ് പ്രിയങ്ക. വിലാസിനി പോയ ശേഷം ഗംഗ പ്രിയങ്കയെന്ന് വിളിക്കുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, വേണ്ട, ഈ കല്യാണം നടന്നേ പറ്റൂ. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബര മുറ്റത്ത് നിന്ന് ഫോൺ വിളിക്കുന്ന വൈജയന്തിയാണ്. വൈജയന്തി പറയുകയാണ്, ഇല്ലമ്മേ, വിശേഷങ്ങളൊന്നും ഇല്ല. അഖിലാന്റിയും ആനന്ദിനെയും നേരത്തെ തന്നെ അറിയാമല്ലോ. ബാക്കിയുള്ളവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. ഏയ്, കുഴപ്പമൊന്നുമില്ലമ്മേ. തൃച്ചംബരമല്ലേ ചെറുപ്പം മുതലേ അറിയാവുന്ന വീട്. പിന്നെ അമ്മയുടെ പ്രിയപ്പെട്ട അഖിലാന്റി. തൽക്കാലം അന്യ വീടാണെന്ന ഫീലൊന്നും ഇല്ല. അമ്മ സമാധാനമായിട്ടിരിക്കെ എനിക്ക് സന്തോഷം തന്നെയാണ്. ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് വൈജയന്തി. അന്നേരം അരവിന്ദ് വൈജയന്തിയുടെ അടുത്തേക്ക് വരികയാണ്. എക്സ്ക്യൂസ് മീ എന്ന് അരവിന്ദ് പറയുമ്പോൾ വൈജയന്തി പറയുകയാണ്, ഹായ് അരവിന്ദ്, എന്നെ ഓർക്കുന്നുണ്ടോ? അതിന് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാവുന്ന ബന്ധമൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. എന്നെ പരിചയമുണ്ടോ എന്ന അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. ആ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നന്നായിട്ടറിയാം. ചെറുപ്പം മുതലേ ഞാൻ മംഗലത്ത് വീട്ടിൽ വരുമ്പോൾ എലുവാലി പോലെ മുടി വെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കേട്ട് ചിരിക്കുകയാണ് വൈജയന്തി. അരവിന്ദ് പറയുകയാണ്, പക്ഷേ അന്നത്രയും വിളഞ്ഞിട്ടില്ല. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് വൈജയന്തി പറയാൻ, അരവിന്ദ്, ഞാൻ അരവിന്ദിന്റെ ഏട്ടത്തിയമ്മയാകാൻ പോകുന്ന പെണ്ണാണ്. ഏട്ടത്തിയെ അമ്മയെ പോലെ കാണണം എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരം. ഇതിനിതുവരെ എന്റെ ഏട്ടത്തിയമ്മയൊന്നും ആയിട്ടില്ലല്ലോ. ആകുന്നതിന് മുമ്പ് എനിക്ക് 2 വാക്ക് സംസാരിക്കാനുണ്ട്. ഏട്ടത്തി എന്ന പരിഗണനയിലാണോ? ഏട്ടത്തി എന്നുള്ള പരിഗണനയങ്ങ് വിട്. എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കട്ടെ? ചോദിക്കെന്ന് വൈജയന്തി പറയുകയാണ്. സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദാമ്പത്യ ബന്ധം തകർത്തിട്ട് എന്റെ ബ്രോയുടെ ഭാര്യ പദവി ആഗ്രഹിക്കുന്നത് ഒരു നാണം കെട്ട ഏർപ്പാടല്ലേ? നിരപരാധികളായ 2 പേരുടെ കണ്ണീര് മുങ്ങിയാണ് ഈ മോഹം സഫലീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ലജ്ജയില്ലേ? മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചാതെ മറ്റൊരു വിവാഹം കഴിച്ചുകൂടെ? എന്തേ, വേറെ ചെറുപ്പക്കാരെയൊന്നും കിട്ടിയില്ലേ? അതോ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന് മാത്രമേ കല്യാണം കഴിക്കത്തുള്ളോ? ചോദ്യങ്ങൾ കഴിഞ്ഞു. ഓ, കഴിഞ്ഞു. മറുപടി പറയാം. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ എന്റെ എക്കാലത്തെയും സ്വപ്നമാണ്. എന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ പ്രണയം. കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ രാപ്പാടികളുടെ ഗാഥകൾക്ക് ആത്മാവുണ്ടെന്ന് തോന്നിയാൽ കൗമാരകാലം മുതൽ എന്റെ മനസ്സിൽ വിരിഞ്ഞ മന്ദാരപൂവാണ് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ. അരവിന്ദ് പറയുകയാണ്, ആ ആനന്ദ് മറ്റൊരുളെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് നാളുകൾ ഏറെയായി. അതും അറിയാം. ഏട്ടനെ കൊണ്ട് കെട്ടിക്കാൻ ഏതു നേരവും കൂടെ നിന്ന പ്രിയപ്പെട്ട അനിയനല്ലേ അരവിന്ദ്? പ്രിയപ്പെട്ട ഏട്ടന് വേണ്ടി ജീവൻ വരെ ബലികഴിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന അനിയൻ. സീതാദേവിക്ക് കാവൽ നിന്ന സാക്ഷാൽ ലക്ഷ്മണന്റെ മറ്റൊരു ആൾരൂപം. അപ്പോൾ ഈ കാര്യത്തിലും ഒരു ധാർമ്മിക രോഷം സ്വാഭാവികം. എന്താ, കളിയാക്കുവാണോ? അല്ല, ചോദിച്ചതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. മുഴുവൻ കേൾക്ക്. പണ്ട് പ്രണയിച്ചിരുന്നു എന്ന് പറഞ്ഞത് സത്യം. പക്ഷെ ഇപ്പോൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നത് അരവിന്ദ് അറിഞ്ഞില്ലായിരുന്നു. ഞാൻ തേടി വന്നതല്ല, എന്നെ തേടി വന്നതാണ്. ഈ പറയുന്ന കല്യാണിയാണ് ആ ആലോചന കൊണ്ടുവന്നത്. ആ ആലോചന ഒരു അപേക്ഷ പോലെ ആയിരുന്നു. അവൾ ആനന്ദിന്റെ ഭാര്യാപദവി ഉപേക്ഷിക്കുകയാണെന്നും വിവാഹമോചനത്തിലൂടെ ഇരുവരും പിരിയുകയാണെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത്. അരവിന്ദ് ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്നോടല്ല. അരവിന്ദ് സാക്ഷി നിന്ന് ഏട്ടന് കെട്ടിക്കൊടുത്ത അരവിന്ദ് ദേവിയെ പോലെ കാണുന്ന കല്യാണിയോടാണ്. പിന്നെ എനിക്ക് വേറെ ചെറുപ്പക്കാരെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചതിന് എനിക്ക് എന്റെ ഇഷ്ടമല്ലേ പ്രധാനം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആനന്ദ് എന്തായാലും വേറെ വിവാഹം കഴിക്കണം. അപ്പോൾ ഞാനായാൽ എന്താ തെറ്റ്? പിന്നെ ഞാനൊരു തറവാട്ടുകാരിയാണ്. തൃച്ചംബരം പോലെ പേര് കേട്ടതും പാരമ്പര്യമുള്ളതുമാണ് മംഗലത്ത് തറവാട്. അത് മറക്കേണ്ട. താലികെട്ട് കഴിഞ്ഞാൽ തൃച്ചംബരത്തിന്റെ അധികാരിയായി ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും ഓർത്തുവെച്ച് ഞാൻ പ്രതികാരം ചെയ്യും എന്ന് വിചാരിക്കരുത്. ഞാനിത് ഇവിടെ വെച്ച് മറക്കുന്നു. മേലിൽ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് എന്റെ മുൻപിൽ വരരുത്. നമുക്ക് നല്ലൊരു അനിയനും ഏട്ടത്തിയുമായിട്ട് മുന്നോട്ട് പോകാം.
ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന കല്യാണിയോട് നന്ദി പറയുകയാണ് അരവിന്ദ് ഇപ്പോൾ ചെയ്യേണ്ടത്. മനസ്സിലായോ എന്ന് ചോദിച്ച് അരവിന്ദിനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് വൈജയന്തി. ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയാണ് അരവിന്ദ്. പിന്നീട് കാണിക്കുന്നത് അരവിന്ദിനെയും സുബ്രുവിനെയുമാണ്. അരവിന്ദ് പറയുകയാണ്, സുബ്രണ്ണ, ഇനി നമ്മുടെ മുൻപിൽ അധികം സമയമൊന്നും ഇല്ല. എന്ത് വില കൊടുത്തും ഇത് മുടക്കിയേ പറ്റൂ. ആകെ ഒരു പ്രതീക്ഷ നിന്റെ ഇളയച്ചനായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലും കാര്യങ്ങൾ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അരവിന്ദ് പറയുകയാണ്, ആ വൈജയന്തി വരെ വന്ന് തൃച്ചംബരത്ത് താമസമാക്കിയ സ്ഥിതിക്ക് വളരെ കരുതലോടെ വേണം കാര്യങ്ങൾ നീങ്ങാൻ. അല്ല സുബ്രണ്ണ, നമുക്ക് പോയിട്ട് ആ വൈജയന്തിയുടെ അമ്മയെ ഒന്ന് കണ്ടാലോ? മറ്റേ സീതാലക്ഷ്മി ആന്റിയെ. എന്തിന്? നന്ദന പോയി കണ്ടിട്ട് എന്ത് ഫലമാണ് ചെയ്തത്? മാത്രമല്ല അവര് അഖിലാന്റിയുടെ കൂട്ടുകാരിയാണ്. നമ്മൾ അവരെ കാണാൻ ചെന്നാൽ ആ നിമിഷം തന്നെ അഖിലാന്റിയവർ വിവരം അറിയിക്കും. പിന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഈ കല്യാണം നടന്നിരിക്കും. ഇവിടെയാണ് നീ പറഞ്ഞ ശ്രദ്ധയും കരുതലും വേണ്ടത്. അരവിന്ദ് പറയുകയാണ്, ഒരേ വീട്ടിൽ ഒരു പുരുഷന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നിൽക്കുന്ന ഒരു ഭാര്യയും അയാളുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ നിൽക്കുന്ന ഒരു പെണ്ണും. ഈ പുരാണത്തിലോ മറ്റോ ഈ ത്രിശങ്കു സ്വർഗം എന്ന് പറയാറില്ലേ? അത് മറ്റൊരു സ്ഥലത്തുമൊന്നുമല്ല, അത് ഈ തൃച്ചംബരത്ത് തന്നെയാണ്. പാവം എന്റെ ബ്രോ കല്യാണി എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ പോലും ആവാതെ എന്റെ ബ്രോ എന്ന് പറഞ്ഞു സങ്കടപ്പെടുകയാണ് അരവിന്ദ്. ഡാ അരവിന്ദേ, നീ ഇങ്ങനെ തളർന്നാലോ? ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നിനക്ക് മാത്രമല്ലേ ഉള്ളൂ. നീയും നിന്റെ ഇളയച്ചനും കൂടി ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ കല്യാണം മുടക്കാം. അല്ല അരവിന്ദേ, സാധിക്കുമെന്നൊരു വിശ്വാസമില്ലേ നിനക്ക്? സുബ്രഹ്മണ്യൻ നോക്കിക്കോ, ഈ കല്യാണം ഞാൻ മുടക്കും. മുടങ്ങണം, മുടങ്ങിയേ പറ്റൂ. അതിനി ഒരാളെ കൊല്ലേണ്ടി വന്നാൽ പോലും എന്റെ ബ്രോയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. കൊല്ലും ഞാൻ അവളെ, ആ വൈജയന്തിയെ. സുബ്രു പറയുകയാണ്, നന്നായി, ബെസ്റ്റ് പരിഹാരം. അന്ധവിശ്വാസത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒരാളിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു കതിർമണ്ഡപം ഒരുങ്ങുമ്പോൾ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരാളെ കൊല്ലുന്നു. നിനക്കെന്താ അരവിന്ദ്, ഭ്രാന്ത് പിടിച്ചോ? അല്ലെങ്കിൽ തന്നെ തൃച്ചംബരത്തുള്ളവർക്കെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭ്രാന്താണല്ലോ. എടാ, നീ അവളെയും കൊന്ന് ജയിലിലേക്ക് പോകുമ്പോൾ എല്ലാത്തിനും പരിഹാരമാകുമോ? എടാ, നിന്നെ വിശ്വസിച്ചു കഴിയുന്ന ഒരു പെണ്ണുണ്ടവിടെ. ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ അരവിന്ദ് ചോദിക്കുകയാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? സുബ്രഹ്മണ്യൻ പറയുക, എന്റെ ബ്രോയുടെ ജീവിതം എങ്ങനെ പോയാലും പോട്ടെ, എന്റെ ജീവിതം ജീവിക്കണമെന്നോ? അങ്ങനെയാണോ ഞാൻ ചിന്തിക്കേണ്ടത്? പറ സുബ്രഹ്മണ്യ. അന്നേരം സുബ്രുവിന് ആനന്ദിന്റെ ഫോൺ വരികയാണ്. സുബ്രു പറയുകയാണ്, ആനന്ദാണ്. അരവിന്ദ് പറയുകയാണ്, എടുക്ക്. ഹലോ ആനന്ദ്. സുബ്രു, നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? ഇറങ്ങി. നീ പറയ്, എന്താ ആനന്ദ്? എനിക്ക് നിന്റെ ബൈക്ക് ഒന്ന് വേണം. ബൈക്കോ? ഇതാണോ കാര്യം? നിനക്ക് എപ്പോൾ എവിടെ കൊണ്ടു തരണമെന്ന് പറഞ്ഞാൽ മതി. 7 മണിക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് ആനന്ദ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അല്ല, നീ ബൈക്കിലെ എന്ന് ചോദിക്കുമ്പോൾ അത് ആനന്ദ് കേൾക്കുന്നില്ല. അരവിന്ദ് എന്താന്ന് ചോദിക്കുമ്പോൾ സുബ്രു പറയുകയാണ്, ആനന്ദിന് വൈകിട്ട് എന്റെ ബൈക്ക് ഒന്ന് വേണമെന്ന്. ബൈക്ക് വേണമെന്നോ? അതെ, ഇന്ന് വൈകിട്ട് 7 മണിക്ക്. ബ്രോയ്ക്ക് ബൈക്ക് വേണമെന്നോ? അതിനെന്താ സുബ്രഹ്മണ്യന്റെ ബൈക്ക്? അവിടെ കാറുള്ളപ്പോൾ. ഒന്ന് ആലോചിച്ച ശേഷം സുബ്രു പറയുകയാണ്, 2 പേർക്ക് പോകാൻ 4 വീലറിനേക്കാൾ നല്ലത് 2 വീലർ തന്നെയാണ്. അവന്റെ യാത്ര ഒരുപക്ഷെ നല്ലതിലേ കലാശിക്കൂ. പിന്നീട് കാണിക്കുന്നത് ബൈക്കിൽ പോകുന്ന ആനന്ദിനെയും കല്യാണിയുമാണ്. കല്യാണി ചോദിക്കുകയാണ്, വലിയ കുഞ്ഞെ, ഇത് എങ്ങോട്ടായി പോകുന്നത്? പറയാം. വലിയ കുഞ്ഞെ, ഇത് എങ്ങോട്ടായി പോകുന്നത്? എന്താ കല്യാണി? നിനക്കെന്താ എന്റെ കൂടെ യാത്ര ചെയ്യാൻ പേടിയാണോ? കല്യാണിക്ക് എന്റെ കൂടെ യാത്ര പോകാൻ കൊതിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് അവർ എത്തുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. ആനന്ദ് ഇറങ്ങാൻ പറയുന്നു. ഇറങ്ങിയ ശേഷം ആനന്ദ് പറയുകയാണ്, ഇതെന്റെ ഒരു സുഹൃത്തിന്റെ റെസ്റ്റോറന്റ് ആണ്. നമുക്കിവിടെ കുറച്ചു നേരം ഇരിക്കാം. നമുക്ക് മാത്രമായി കുറച്ചു സമയം, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കല്യാണി പറയുകയാണ്, വലിയ കുഞ്ഞൊരു കാര്യം മറക്കുന്നു. വലിയ കുഞ്ഞിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഉറപ്പിച്ചതല്ലേ ഉള്ളൂ കല്യാണി, കല്യാണം കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഇനി ആ കല്യാണം നടക്കണമെങ്കിൽ ഒന്നുകിൽ എന്റെ ആദ്യ ഭാര്യ മരിക്കണം, അല്ലെങ്കിൽ എനിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞ് നിയമപരമായി ബന്ധം ഏർപ്പെടുത്തണം. ഇതൊന്നും ഇതുവരെ ഇവിടെ സംഭവിച്ചിട്ടില്ല. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് അറിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ വന്നവളുടെ മനോഭാവം എന്തായിരിക്കുമെന്ന്? വലിയ കുഞ്ഞെ, അതെന്ന് കല്യാണി പറയുമ്പോൾ ആനന്ദ് പറയുകയാണ്, വാശി പിടിക്കേണ്ട കല്യാണി. ചില കാര്യങ്ങളിൽ എനിക്കും വാശി പിടിക്കേണ്ടി വരും. ഇതുപോലെ നിലാവുള്ള ഓരോ രാത്രിക്കും പറയാനുണ്ടാകും കഴിഞ്ഞു പോയതും നടക്കുന്നതുമായ 1000 പ്രണയത്തിന്റെ കഥകൾ. പൂവിട്ട പ്രണയത്തിന്റേത്, പകുതി വഴി കൊഴിഞ്ഞു വീണ പ്രണയത്തിന്റേത്, ഒരിക്കലും പൂക്കാത്ത പ്രണയത്തിന്റേത്, കൂട്ടത്തിൽ ഒരുപാട് കാറ്റുവീഴ്ച സംഭവിച്ചിട്ടും അടരാതെ നിന്ന പ്രണയപുഷ്പം അകാലത്തിൽ അടർത്തിയെടുക്കാൻ നടക്കുന്നതിന്റെ കഥ. പ്രണയം സഫലമാക്കിയിട്ട് എന്തിനോ വേണ്ടി ഇട്ടെറിഞ്ഞ കഥ കൂടി ഈ രാത്രിക്ക് പറയാനുണ്ടാകും. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെയും കല്യാണിയുടെയും കഥ. പിന്നീട് അവിടെ പഴയ പ്രണയ മുഹൂർത്തങ്ങളൊക്കെ ആലോചിക്കുകയാണ് ആനന്ദും കല്യാണിയും. കല്യാണിയെ പിടിച്ചിട്ട് ആനന്ദ് ചോദിക്കുകയാണ്, ഈ സമയത്ത് നിനക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ആദ്യം പ്രണയം കൈമാറിയ നിമിഷം. ഒരുപക്ഷെ ഇന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകേണ്ടിയിരുന്നത് ആ സ്ഥലത്തേക്കായിരിക്കണം. ഇന്ന് നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് മാറ്റമുണ്ടാകാൻ ആ ഒരു സ്ഥലവും ഓർമ്മയും നിന്നെ ഒരിക്കൽ കൂടി ചിന്തിപ്പിച്ചേനെ. അന്നേരം കല്യാണി ആദ്യമായിട്ട് ആനന്ദ് ടെറസിൽ കൊണ്ടുപോയി ഐ ലവ് യു എന്ന് എഴുതി കാണിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്.
നിനക്കറിയാമോ, അന്ന് ലോകം കീഴടക്കിയ വിജയ് പോലെ ആയിരുന്നു ഞാൻ. ഇന്ന് ഈ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും വീഴുന്ന പാഴില്ല. സർവസ്വം എന്ന് കരുതിയ സ്വന്തം ഭാര്യയെ കൈവിട്ടു പോകുമ്പോൾ പോലും അവളെ തന്നിലേക്ക് അടുപ്പിക്കാൻ അവൻ ചെയ്യുന്ന ഒരു ചെറിയ ശ്രമം. ഇത് കേട്ട് കരയുകയാണ് കല്യാണി. ഇങ്ങനെയുള്ള നിനക്ക് എന്നെ പിരിയാൻ കഴിയുമോ കല്യാണി? ഈ ജന്മം നിനക്ക് എന്നെ മറക്കാൻ കഴിയുമോ? ഇല്ല എന്ന് തലയാട്ടുകയാണ് കല്യാണി. എന്നിട്ടാണോ മറ്റൊരു കല്യാണത്തിന് എന്നെ നീ നിർബന്ധിക്കുന്നത്? എങ്ങനെ കഴിയുന്നു കല്യാണി? ഞാൻ വെറുമൊരു അന്യനായി മാറിയത് എന്ന് മുതൽക്കാണ്. ആരൊക്കെയോ ചേർന്നൊരുക്കിയ പ്ലാനിങ്ങിൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞ് ഇന്ന് നിന്റെ ഉദരത്തിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം നീ എടുക്കുമായിരുന്നോ? എടുക്കുമായിരുന്നോ എന്ന് കല്യാണിയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിക്കുകയാണ് ആനന്ദ്. ആനന്ദിന്റെ കൈ തട്ടിമാറ്റിയ ശേഷം കല്യാണി ഉറപ്പിച്ചു പറയുകയാണ്, എടുക്കും. അനുഭവങ്ങളും ദിവസേന എന്റെ മേൽ വന്നു പതിക്കുന്ന ദുരനുഭവങ്ങളും എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം മാത്രമേ എടുപ്പിക്കൂ. ഒന്നു മാത്രം ഞാൻ പറയാം, വലിയ കുഞ്ഞ് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറിയാൽ ജീവിച്ചിരിക്കുന്ന കല്യാണിക്ക് എല്ലാം മറക്കാൻ ബുദ്ധിമുട്ടുള്ളൂ, മരിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇത് കേട്ട് ആകെ അന്തം വിട്ട് സങ്കടപ്പെടുകയാണ് ആനന്ദ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. കലഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുകയാണ് കല്യാണി. അതിലേറെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ആനന്ദ്. പിന്നീട് കാണിക്കുന്നത് ടെറസിൽ നിന്ന് ഫോൺ വിളിക്കുന്ന വൈജയന്തിയാണ്. ഫോൺ വെച്ച ശേഷം വൈജയന്തി കാണുന്നത് ആനന്ദും കല്യാണിയും ബൈക്കിൽ വന്ന് തൃച്ചംബരത്തേക്ക് വരുന്നതാണ്. അവർ വന്നിറങ്ങുന്നത് ശിവരാമകൃഷ്ണനും അഖിലാണ്ടേശ്വരിയും കാണുകയാണ്. വൈജയന്തി ടെറസിൽ നിന്ന് ദേഷ്യത്തോടെ നിന്ന് നോക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.